ഹലോ കുട്ടീസ്, ഹാപ്പി ഓണം ടു ഓൾ. രാവിലെ എണീറ്റ് ഞാൻ നേരെ ഈ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താണെന്നറിയോ, ഇന്ന് വീട്ടിൽ ചേട്ടനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അമ്മ ഉണ്ടാക്കി തന്ന ഈ ഒരു ഉപ്പുമാവൊക്കെ കഴിച്ചിട്ട് നേരെ അമ്പലത്തിൽ പോകാൻ റെഡിയായി കേട്ടോ. തിരുവോണമൊക്കെ അല്ലേ, രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിൽ പോയിട്ടാവാം എന്ന് കരുതി നേരെ ഈ കോഡ് സെറ്റാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം വെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ കോഡ് സെറ്റ് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ഇത് മേടിച്ചിരിക്കുന്ന മീഷോ എന്നാണ്. എനിക്കൊന്ന് നിങ്ങളിത് ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടുന്ന് അമ്പലം വരെ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. പിന്നെ നമ്മളെ നാട് പോലെ അല്ലല്ലോ ക്ലൈമറ്റ്, നല്ല സൂപ്പർ ക്ലൈമറ്റ് അല്ലേ ഈ ബാംഗ്ലൂർ. വീട്ടുകാർ ആദ്യമേ എടുത്ത തീരുമാനമാണ് കേട്ടോ ഇപ്രാവശ്യം ബാംഗ്ലൂരിലാവാം ഓണം എന്നുള്ളത്. അങ്ങനെ അമ്മയും ചേട്ടനും നാട്ടിൽ നിന്ന് വന്ന സ്ഥിതിക്ക് തന്നെ ഞാൻ പിന്നെ ഇവിടെ ഇവരെ കൂടെ ബാംഗ്ലൂരൊക്കെ ഒന്ന് ചുറ്റിക്കാണിക്കാം എന്ന് വിചാരിച്ചു. തുടർന്ന് വരുന്ന വീഡിയോകളിൽ ഞാൻ അവരെ എവിടെയൊക്കെ കൊണ്ടുപോയെന്നുള്ള കാര്യം നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഈ പശുവിനെ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല, കാരണം എപ്പോഴാണ് ഇടിക്കാൻ വരണമെന്ന് പറയാനും പറ്റില്ല. ഇതാണ് കേട്ടോ മെയിൻ റോഡ്. നമ്മളിവിടുന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അമ്പലം എത്തിച്ചേരും. പിന്നെ വഴിയെ കാണുന്ന ഓരോരോ കടയിനൊക്കെ പറ്റി ഞാൻ അമ്മയ്ക്കും ചേട്ടനും എല്ലാവർക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു, കാരണം ഇത് അവരുടെ ഫസ്റ്റ് ടൈമാണ് ബാംഗ്ലൂർ വിസിറ്റ്. പിന്നെ നമ്മൾ നേരെ അമ്പലത്തിലോട്ട് എത്തിയിട്ടാ, പിന്നെ അധികം വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. കിട്ടിയ കുറച്ച് വീഡിയോസ് എല്ലാം ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. എനിക്ക് പേഴ്സണലി ഈ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഭയങ്കര ഒരു സമാധാനമാണ്. മുല്ലപ്പൂ ഒക്കെ ചൂടി ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് നമുക്ക് മുല്ലപ്പൂ ഇല്ലാണ്ട് നമ്മൾ മലയാളികൾക്ക് എന്താകും. അമ്പലത്തിൽ നിന്നൊക്കെ പോയിട്ട് വന്നില്ലേ, കുറച്ച് നേരം ഒന്ന് ജ്യൂസ് കുടിക്കാമെന്ന് കരുതി, അതും ഫ്രഷ് ജ്യൂസ്. അമ്മയ്ക്ക് അമ്പലത്തിൽ നിന്ന് തന്നെ നല്ല ഒരു കുപ്പിവള കുറച്ച് കിട്ടിയിട്ടോ. ആദ്യം അവിടുത്തെ ദേവിക്ക് വെച്ചതായതുകൊണ്ടും നമ്മുടെ ഓണം തിരുവോണം വന്നിട്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ടുമാണ് നമുക്ക് ഈ വള കിട്ടിയെന്നാണ് പൂജാരി പറഞ്ഞത്. നേരെ ഞാനൊരു അവകാഡോ ഷേക്ക് കുടിച്ചു. എല്ലാവരും അത് തന്നെ എടുത്തു കേട്ടോ. ഇനിയൊന്നും പറയണ്ട, കുടിച്ചു തീർക്കാനാണ് എനിക്ക് വലിയ കഷ്ടം. തിരിച്ച് നമ്മൾ നേരെ വിട്ടു വീട്ടിലോട്ട്. വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് ഓണസദ്യയും കാര്യങ്ങളെല്ലാം തയ്യാറാക്കണം. എല്ലാം വീഡിയോയിലൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല. ഞാനിന്ന് നല്ല ബിസി ആയിരുന്നു, വീട്ടിലെല്ലാവരും സഹായിക്കണം. പിന്നെ അതിൻ്റെ ഇടയിലൊന്നും നമുക്ക് ഇതിനൊന്നും സമയം കിട്ടിയിരുന്നില്ല. പോണ വഴിക്ക് തന്നെ നമ്മളൊരു ഷോപ്പിൽ കയറി കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാനായിട്ട് കയറി. അവിടുത്തെ വിളയും കേട്ട് തള്ളി പിടിച്ചുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്ന് ഉച്ചയൂണിനുള്ള പരിപാടിയായി. ചെറിയൊരു സദ്യ സെറ്റപ്പിലായിട്ടോടെ നമ്മൾ എത്തിയത്. നമ്മൾ പിന്നെ അതിലൊരു പിടി പിടിച്ചു. സാമ്പാറും ചോറും അവസാനം നമ്മൾ പായസം ബോളിലും ഒതുക്കി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്ക.